കഴിഞ്ഞ വീക്കിൽ UAE നാഷണൽ ഡേൻ്റെ ഭാഗമായി 4 ദിവസം ലീവ് കിട്ടിയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ബാർബിക്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ 6 ടീമാണ് പോകുന്നത്. വൈകുന്നേരം 3 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ അത് കാരണം തന്നെ 3 മണിക്ക് ഇറങ്ങി. കുട്ടികൾക്ക് കുറച്ചധികം സമയം കളിക്കാമെന്നുള്ളതുകൊണ്ടാണ് കുറേ നേരത്തെ തന്നെ ഇറങ്ങിയത്. പിന്നെ രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പ് നന്നായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പരിപാടികളൊക്കെ തീർത്ത് നമുക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്യാമെന്നുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ ആദ്യം നമ്മളൊരു പാർക്കിലാണ് പോയത്. പിന്നെ അവിടെ കുറേ സമയം കുട്ടികൾ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അൽസോറ ബീച്ച് അജ്മാൻ അവിടെ പോയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു 5 ഫാമിലിയും പിന്നെ വേറെ ഫ്രണ്ടും അങ്ങനെ 6 ടീമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ചിക്കനും ഫിഷൊക്കെ മസാല പുരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് ഒരു ഗ്രീൻ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി. അപ്പോൾ താല്പര്യമുള്ളവർ അത് പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ വിശദമായിട്ട് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. കുട്ടികളൊക്കെ നല്ലതായിട്ട് തന്നെ എൻജോയ് ചെയ്തു. എല്ലാവരും നല്ലതായിട്ട് കളിച്ച് ക്ഷീണിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അവർ കളിക്കുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ഫുഡൊക്കെ ഗ്രില്ല് ചെയ്തെടുത്തു. ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ഫ്ലേവറിലുള്ള ചിക്കൻ, വൈറ്റ് ചിക്കൻ, ഗ്രീൻ ചിക്കൻ, പിന്നെ റെഡ് ചിക്കൻ, അങ്ങനെ വ്യത്യസ്ത മസാലകളോട് കൂടിയിട്ടായിരുന്നു. പിന്നെ പലരും സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്ക് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുവരികയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ക്ഷീണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അത് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അതിനിടയിൽ ആണുങ്ങൾ അപ്പുറത്ത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരുന്നു. മക്കൾ പന്ത് കളിയും അതുപോലെ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിയായിട്ട് അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്ത് എല്ലായിടത്തും ചുറ്റിനും ഫുള്ള് ഗ്രില്ല് ചെയ്യാൻ വന്ന ആളുകളാണ് കേട്ടോ. എല്ലാവരും ഗ്രില്ല് ചെയ്യാനും ടെൻ്റ് അടിക്കാനും വന്നവരാണ്. നമ്മൾ പക്ഷേ ടെൻ്റ് അടിക്കണമൊന്നുമില്ല, ഗ്രില്ല് ചെയ്തിട്ട് പിരിയാന്നുള്ള പ്ലാനിലായിരുന്നു. കാരണം കുഞ്ഞു മോനൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ പിന്നെ നല്ല തണുപ്പുമാണ്. പിന്നെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ അവരൊക്കെ മൈക്കും സെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ സംസാരിച്ചിരിക്കലും കളിയും പാട്ടും ഒക്കെ ആയിട്ട് രസമായിരുന്നു. അങ്ങനെ നമ്മളൊരു 10 മണിയോട് കൂടെ എല്ലാവരും പിരിയുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നൈറ്റായിരുന്നു. അപ്പോൾ ഇത്രയും ഈ കാണുന്ന വണ്ടികൾ കംപ്ലീറ്റും ഗ്രില്ല് ചെയ്യാൻ വന്നവരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് പല പല നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സാണ് കേട്ടോ നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് കാസർഗോഡുകാർ, ട്രിവാൻഡ്രം, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, അങ്ങനെ പല പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലിംഗ് ആയിരുന്നു. നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം റെസിപ്പി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ വീഡിയോ കാണാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.